നമസ്കാരം. US-ഇറാൻ സംഘർഷം രൂക്ഷമാകുന്നതും ഗ്ലോബൽ മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്ന ഇൻപുട്ടുകളും പരിശോധിച്ചാൽ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിൻ്റെ സാധ്യതയാണ് കാണുന്നത്. നിഫ്റ്റി 24,125 താഴെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് നൽകാനുള്ള സാധ്യത കാണിക്കുന്നു. കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റുകളിലും സെല്ലിംഗ് പ്രഷർ പ്രകടമായിരുന്നു. ഗ്ലോബൽ മാർക്കറ്റിൽ ഉടലെടുത്തിരിക്കുന്ന ചില രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങളും അടുത്ത ആഴ്ച പല പ്രമുഖ അമേരിക്കൻ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് വരാനിരിക്കുന്ന സാഹചര്യവും കൂടി കണക്കിലെടുത്ത് അമേരിക്കൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റേഴ്സ് കോഷ്യസ് ഔട്ട്ലുക്കാണ് വെച്ച് പുലർത്തുന്നത്. ഡോ ജോൺസ് കഴിഞ്ഞ ദിവസം 0.6%, S&P 0.2%, നാസ്ഡാക്ക് ഏറെക്കുറെ ഫ്ലാറ്റ് ആയിട്ടുമാണ് ക്ലോസിംഗ് നൽകിയത്. ഏഷ്യൻ മാർക്കറ്റിലും സെല്ലിംഗ് പ്രഷർ പ്രകടമാണ്. ഒട്ടുമിക്ക ഏഷ്യൻ ഇൻഡെക്സുകളും നെഗറ്റീവ് സൈഡിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യൻ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാന ഇമ്പാക്റ്റ് മിഡിൽ ഈസ്റ്റിലെ US-ഇറാൻ സംഘർഷം തന്നെയാണ്. US-ഇറാൻ സംഘർഷം മൂലം ക്രൂഡിൻ്റെ വില വർദ്ധിക്കുന്നുണ്ട്. കൂടാതെ ഈ സംഘർഷം തുടർന്നു പോകുന്നതിന് ഇറാൻ കനത്ത വില നൽകേണ്ടി വരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കാനഡയിൽ നിന്നും അമേരിക്ക ഇമ്പോർട്ട് ചെയ്യുന്ന ചില വസ്തുക്കൾക്ക് മുകളിൽ 50%-ഓളം അഡീഷണൽ ടാക്സ് ചുമത്തിയതും ഗ്ലോബൽ മാർക്കറ്റിനെ വോളറ്റൈലാക്കുന്നു. ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ക്വാർട്ടർലി റിസൾട്ട് സെഷൻ ഒരു വളരെ പ്രധാനപ്പെട്ട ഇമ്പാക്റ്റ് തന്നെയാണ് മാർക്കറ്റിൽ ചെലുത്തുന്നത്. കഴിഞ്ഞ ദിവസം ബാങ്കിങ് സെക്ടറിലെ 2 പ്രമുഖ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് വീക്കായതിൻ്റെ ഇമ്പാക്റ്റ് മാർക്കറ്റിൽ പ്രതിഫലിച്ചു കഴിഞ്ഞു. ഇന്ന് ഓട്ടോ സെക്ടറിലെ പല പ്രമുഖ കമ്പനികളുടെയും ക്വാർട്ടർലി റിസൾട്ട് വരികയാണ്. ബജാജ് ഓട്ടോ, TVS, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഫിനാൻസ്, ഇന്ത്യൻ ഹോട്ടൽസ് തുടങ്ങിയ കമ്പനികളുടെ ഈ ക്വാർട്ടർലി റിസൾട്ടിൻ്റെ ഇമ്പാക്റ്റ് അതിൻ്റെ സെക്ടറുകളിൽ പ്രതിഫലിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതോടൊപ്പം തന്നെ ക്രൂഡ് ഓയിലിൻ്റെ വില $91 പെർ ബാരലിന് മുകളിലേക്ക് എത്തിയത് മാർക്കറ്റിനെ സംബന്ധിക്കുന്ന ഒരു നെഗറ്റീവ് കൺസേൺ തന്നെയാണ്. അമേരിക്കയുടെ ഇൻഫ്ലേഷൻ വർദ്ധിക്കാനുള്ള സാഹചര്യം കണക്കിലെടുത്ത് ബോണ്ട് ഈൽഡ് ഉയരുന്നത് ഗ്ലോബൽ മാർക്കറ്റിനും ഇന്ത്യൻ മാർക്കറ്റിനെയും പ്രതികൂലമായി ബാധിച്ചേക്കാം. അതുപോലെ തന്നെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ഇന്ത്യൻ മാർക്കറ്റിൽ തുടർച്ചയായ സെല്ലിംഗ് നടത്തുന്നു. കഴിഞ്ഞ ദിവസവും FIS 1121 കോടി രൂപയുടെ സെല്ലിംഗ് നടത്തി. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 1312 കോടി രൂപയുടെ ബൈയിങ് ആണ് നടത്തിയത്. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം 24,100 എന്ന ലെവൽ തന്നെയായിരിക്കും സപ്പോർട്ടായി പ്രവർത്തിക്കുക. 24,050 ഒരു സ്ട്രോങ് സപ്പോർട്ടാണ്. 24,000 എന്ന സൈക്കോളജിക്കൽ സപ്പോർട്ട് നഷ്ടമായാൽ 23,850 ആയിരിക്കും അടുത്ത സ്ട്രോങ് സപ്പോർട്ടായി പ്രവർത്തിക്കുക. റെസിസ്റ്റൻസ് 24,200 തന്നെയാണ്. 24,200 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ ഹയർ സൈഡിലേക്ക് മാർക്കറ്റ് നീങ്ങാനുള്ള സാധ്യതയുള്ളൂ. അവിടെ 24,266 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്താൽ 24,380 ആയിരിക്കും അടുത്ത റെസിസ്റ്റൻസായി പ്രവർത്തിക്കുക. ഗ്ലോബൽ മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്ന ഇൻപുട്ട് പരിശോധിച്ചാലും ക്വാർട്ടർലി റിസൾട്ട് സെഷനിലെ കമ്പനികളുടെ പെർഫോമൻസ് പരിശോധിച്ചാലും കൂടാതെ ഇന്ന് വീക്ക്ലി എക്സ്പയറി ഡേ കൂടി ആയതുകൊണ്ട് മാർക്കറ്റിൽ വോളറ്റിലിറ്റി പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കാൻ സാധ്യതയുള്ള ചില സ്റ്റോക്കുകളെ കൂടി പരിചയപ്പെടാം. ഒന്നാമത്തേത് കാനറ HSBC ലൈഫ് ഇൻഷുറൻസ്. കാനറ HSBC ലൈഫ് ഇൻഷുറൻസിൻ്റെ ക്വാർട്ടർ 1 റിസൾട്ടിൽ കമ്പനിയുടെ ആനുവൽ പ്രീമിയം ഇക്വലൻ്റ് 19% വർദ്ധിച്ച് 493 കോടിയിൽ നിന്നും 585 കോടിയിലേക്കെത്തി. ന്യൂ ബിസിനസ് പ്രീമിയം 18% വർദ്ധിച്ച് 399 കോടിയിൽ നിന്നും 470 കോടിയിലേക്ക് എത്തുകയും വാല്യൂ ഓഫ് ന്യൂ ബിസിനസ് 29% വർദ്ധിച്ച് 96 കോടിയിൽ നിന്നും 124 കോടിയിലേക്ക് ഉയരുകയും ചെയ്തു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ ശ്രദ്ധിക്കാവുന്നതാണ്. രണ്ടാമത്തേത് ശോഭയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 13 കോടിയിൽ നിന്നും 50 കോടിയിലേക്ക് ഉയർന്നപ്പോൾ റവന്യൂ 852 കോടിയിൽ നിന്നും 1,278 കോടിയിലേക്ക് എത്തുകയും EBITDA 23 കോടിയിൽ നിന്നും 77 കോടിയിലേക്ക് മെച്ചപ്പെടുകയും ചെയ്തു. മാർജിൻ 2.8%-ൽ നിന്നും 6%-ലേക്ക് ഉയർന്നു. ആക്ഷൻ കൺസ്ട്രക്ഷൻ എക്യുപ്മെൻറ്റിൻ്റെ നെറ്റ് പ്രോഫിറ്റ് 22% വർദ്ധിച്ച് 97 കോടിയിൽ നിന്നും 120 കോടിയിലേക്ക് ഉയർന്നു. കമ്പനിയുടെ റവന്യൂ 20% വർദ്ധിച്ച് 652 കോടിയിൽ നിന്നും 786 കോടിയിലേക്ക് എത്തുകയും EBITDA 27% വർദ്ധിച്ച് 92 കോടിയിൽ നിന്നും 118 കോടിയിലേക്ക് മെച്ചപ്പെടുകയും EBITDA മാർജിൻ 14%-ൽ നിന്നും 15%-ലേക്ക് ഉയരുകയും ചെയ്തു. ട്രാൻസ്ഫോർമർ ആൻഡ് റെക്ടിഫയറിൻ്റെ നെറ്റ് പ്രോഫിറ്റ് 8% ഇടിഞ്ഞു. കമ്പനിയുടെ റവന്യൂ 8% ഉയർന്നിട്ടുണ്ട്. അതേസമയം EBITDA 88 കോടിയിൽ നിന്നും 93 കോടിയിലേക്ക് ഉയർന്നപ്പോൾ EBITDA മാർജിൻ 16.7%-ൽ നിന്നും 16.3%-ലേക്ക് ഇടിഞ്ഞു. SML ഇസൂസു എന്ന ഓട്ടോമൊബൈൽ സ്റ്റോക്കിനെയും ശ്രദ്ധിക്കാം. കമ്പനിയുടെ പ്രോഫിറ്റ് 5% ഇടിഞ്ഞു. പ്രോഫിറ്റ് 67 കോടിയിൽ നിന്നും 63 കോടിയിലേക്ക് ഇടിഞ്ഞപ്പോൾ
റവന്യൂ 13.2% വർദ്ധിച്ച് 846 കോടിയിൽ നിന്നും 958 കോടിയിലേക്ക് എത്തി. കമ്പനിയുടെ എബിറ്റ മാർജിൻ 12.4%-ൽ നിന്നും 10.4%-ലേക്ക് ഇടിഞ്ഞപ്പോൾ എബിറ്റ 4.8% ഇടിഞ്ഞ് 105 കോടിയിൽ നിന്നും 100 കോടിയിലേക്ക് എത്തിയിട്ടുണ്ട്. ജയപ്രകാശ് പവർ വെഞ്ചറിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 68% വർദ്ധിച്ചു. 278 കോടിയിൽ നിന്നും 469 കോടിയിലേക്കാണ് പ്രോഫിറ്റ് ഉയർന്നിരിക്കുന്നത്. റവന്യൂ 12% വർദ്ധിച്ച് 1583 കോടിയിൽ നിന്നും 1776 കോടിയിലേക്ക് എത്തി. എബിറ്റ 26% വർദ്ധിച്ച് 601 കോടിയിൽ നിന്നും 759 കോടിയിലേക്ക് എത്തുകയും എബിറ്റ മാർജിൻ 38%-ൽ നിന്നും 42%-ലേക്ക് ഉയരുകയും ചെയ്തു. റാലിസ് ഇന്ത്യ എന്ന സ്റ്റോക്കിനെയും ഇന്ന് ശ്രദ്ധിക്കാം. റാലിസ് ഇന്ത്യയുടെ നെറ്റ് പ്രോഫിറ്റ് 31% വർദ്ധിച്ചു. റവന്യൂ 6.8% വർദ്ധിച്ചു. എബിറ്റ 23% ഉയർന്ന് 150 കോടിയിൽ നിന്നും 185 കോടിയിലേക്ക് എത്തുകയും എബിറ്റ മാർജിൻ 15%-ൽ നിന്നും 18%-ലേക്ക് ഉയരുകയും ചെയ്തു. ബജാജ് ഹെൽത്ത് കെയറിൻ്റെ നെറ്റ് പ്രോഫിറ്റ് 16% ഉയർന്നപ്പോൾ റവന്യൂ 11% വർദ്ധിക്കുകയും എബിറ്റ 17% ഉയരുകയും ചെയ്തു. അതുകൊണ്ട് ബജാജ് ഹെൽത്ത് കെയർ എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാവുന്നതാണ്. ഇന്ന് ശ്രദ്ധിക്കേണ്ട മറ്റൊരു സ്റ്റോക്ക് ACME സോളാർ ഹോൾഡിംഗ് ആണ്. 160 മെഗാവാട്ട് അവർ ശേഷിയുള്ള ബാറ്ററി എനർജി സ്റ്റോറേജ് കപ്പാസിറ്റി കമ്പനി കമ്മീഷൻ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ ഏഞ്ചൽ 1 എന്ന സ്റ്റോക്കിനെ ഡിവിഡൻഡ് പോയിന്റ് ഓഫ് വ്യൂവും പോണ്ടിയോക്സൈഡ് ആൻഡ് കെമിക്കൽ എന്ന സ്റ്റോക്കിനെ സ്റ്റോക്ക് സ്പ്ലിറ്റ് പോയിന്റ് ഓഫ് വ്യൂവും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്